വർക്കലയിൽ മദ്യപൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടി നമുക്ക് ഓർമ്മയുണ്ട്. അവർ ചികിത്സയ്ക്ക് സഹായം തേടി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. ഒരു അമ്മയാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച ഒരു സഹായവും ഇതുവരെ ശ്രീകുട്ടിയുടെ കുടുംബത്തിൽ ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. റെയിൽവേയും നൽകിയിരുന്ന സഹായം നിലച്ചുപോയെന്ന് ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി 24 പറഞ്ഞു. സഹായിച്ച 24നും ശ്രീകുട്ടിയുടെ അമ്മ നന്ദി പറഞ്ഞു. 6 മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്തെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വർക്കലയിൽ വെച്ച ഒരു മദ്യപാനി നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ശ്രീകുട്ടി ഇപ്പോൾ മലപ്പുറത്തെ ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളരെ ദുഃഖം ഉളവാക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. എന്തായാലും ശ്രീകുട്ടിയുടെ മാതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശ്രീകുട്ടിയുടെ നിലവിലെ അവസ്ഥ? നിലവിൽ അവൾക്ക് പഴയതുപോലെ ഓർമ്മകളൊന്നുമില്ല. പഴയ ഒരു ആളെ അല്ല ഇപ്പോൾ, ടോട്ടലി ചേഞ്ചാണ്. പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. വിറയലുണ്ട്, ഇദ്ദേഹം മൊത്തം ഭക്ഷണം വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എണീച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട് എണീച്ചിരിക്കും, നടക്കില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊരു പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? പരാതിയിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സഹകരണം ഉണ്ടായിരുന്നു. അവിടുന്ന് അമൃതയിൽ പോയതിനു ശേഷം ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് ആരും വന്ന് നോക്കിയിട്ട് കൂടിയില്ല. അന്ന് വീണ മാം പറഞ്ഞായിരുന്നു ഗവൺമെൻറ് തന്നെ എല്ലാ ചിലവും നോക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ലെന്ന്. പക്ഷേ ഞങ്ങൾ അതിനുശേഷം ആരെയും കണ്ടിട്ടില്ല. അമൃതയിൽ പോയി അവിടുന്ന് സുഖമായി ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഓരോരുത്തരെ കണ്ടതും. അതിനും ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് മലപ്പുറത്ത് ഇലാജിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഞാൻ മോളെ കാര്യങ്ങൾ വെച്ചാൽ അവിടെ നല്ല പൈസ ആവുന്നുണ്ട്, കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ 24 ചാനലിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ചാനലുകാരും വന്ന്, പക്ഷെ ഞങ്ങൾക്ക് ഹെൽപ്പ് കിട്ടിയെന്ന് പറയുന്നത് 24 ചാനലിൽ നിന്ന് തന്നെയാണ് ഹെൽപ്പ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ബില്ലടയ്ക്കാൻ പറ്റി. ഈ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണോ ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊരു നിവേദനം നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം എനിക്കിപ്പോൾ നിലവിൽ ജോലിയില്ല, വേറെ വരുമാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. അമ്മയാണ് ഇപ്പോൾ എൻ്റെ മോളെ നോക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ പോലും എൻ്റെ അമ്മേൻ്റെ അടുത്താക്കി. അമ്മയ്ക്കും 10-75 വയസ്സുണ്ട്. അപ്പോൾ ഒരു ഹെൽപ്പില്ലാതെ എനിക്ക് എൻ്റെ മോളെ ചികിത്സ നടത്താൻ പറ്റില്ല. അവൾ പഴയതുപോലെ ആവില്ല. ഈ റെയിൽവേയിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ എന്നവർ പ്രഖ്യാപിച്ചിരുന്നു. ഓരോ മാസവും ഇത്ര തുകയൊക്കെ തന്നിരുന്നു. അതിപ്പോഴുണ്ടോ? റെയിൽവേയിൽ നിന്നുള്ള ഇടപെടൽ എങ്ങനെയാണ്? റെയിൽവേയിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർ. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 5 മാസം വരെ 30,000 വെച്ചിട്ട് മാസം തരുമായിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിലാണെന്ന് തോന്നി. ഏപ്രിൽ ലാസ്റ്റ് ഒരു 16,000 തന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ക്ലെയിമിന് അപേക്ഷിക്കുക, ഞങ്ങളുടെ ആ ഒരു ഫണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ സഹായമൊന്നുമില്ല? ഒന്നുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായമില്ല ഇപ്പോൾ? ഒന്നുമില്ല, ഞങ്ങൾ തന്നെയാണ്. എന്തായാലും ശ്രീകുട്ടി ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് അമ്മയും അതുപോലെ തന്നെ ബന്ധുക്കളും. റെയിൽവേയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 5 മാസം തുച്ഛമായ തുക അവർ നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വലിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു സഹായവും ശ്രീകുട്ടിക്കോ കുടുംബത്തിനോ കിട്ടുന്നില്ല. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്. ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രീകുട്ടിയുടെ ബന്ധുക്കളുടെയും മാതാവിൻ്റെയും ഒക്കെ ആ ഒരു ശ്രമം അത് കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി കഴിയില്ല. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒരു നിവേദനം നൽകിയിരിക്കുകയാണ്. ആ ചികിത്സ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം വേണം എന്നുള്ള ഒരു കാര്യത്തിൽ. ക്യാമറമാൻ സിർലി ലെസ്ലിക്കൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.